പഠിക്കുകയും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുക. പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല, പ്രശ്നമില്ലാത്ത ഒരു ബിസിനസ്സും ഇന്നുമില്ല. പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല, നമ്മളതിനെ ഓവർകം ചെയ്യാൻ പഠിക്കുന്നുണ്ടോ, നമ്മളതിന് ഓവർകം ചെയ്യാൻ പുതിയ സിസ്റ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, പുതിയ ടെക്നോളജികൾ നമ്മളതിനു വേണ്ടി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ടോ, അതിനെക്കുറിച്ച് പഠിക്കുന്നുണ്ടോ, അതിന് വില കൊടുത്ത് വാങ്ങാൻ നമുക്ക് മടിയില്ലാതിരിക്കുന്നുണ്ടോ. അവിടെയൊക്കെയാണ് മടി വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മുടെ ബിസിനസ്സിനെ അത് ബാധിക്കും. ഏത് ന്യൂ ടെക്നോളജി വന്നോ അതിനെ ആദ്യമായി സ്വീകരിക്കുന്നവൻ ബിസിനസ്മാൻ ആയിരിക്കണം. ഇങ്ങനെ ചെയ്താലേ അവന് വളരാൻ പറ്റും. ഇത് ചെയ്യാൻ മടിക്കുന്ന, ഇത് ചെയ്യാൻ ഇതിനു വേണ്ടി സമയം ചെലവഴിക്കാൻ മടിക്കുന്ന ഒരുപാട് ബിസിനസ്മാൻമാരുണ്ട്. ഇതാണ് അവർക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക്. അതെ, ഈ മിസ്റ്റേക്ക് കൊണ്ട് തളർന്നു പോയ ആളുകളും ഒരുപാട് തളർന്നു പോയ ആളുകളുണ്ട്. എനിക്കറിയുന്ന ഒരുപാട് ബിസിനസ് ആളുകളും ഒന്നും തന്നെ ഒരു സിസ്റ്റം വെച്ചിട്ട് തുടങ്ങിയതല്ല. ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ അവരൊന്നും ഒരു സിസ്റ്റം വെച്ചിട്ട് തുടങ്ങിയതല്ല. അതെ, ബിസിനസ് തുടങ്ങിയതിന് ശേഷം അതിലോട്ട് സിസ്റ്റം പഠിച്ചുകൊണ്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ പഠിക്കാനുള്ള മെൻറ്റാലിറ്റിയും അതിന് കുറച്ച് കാശൊക്കെ മാറ്റി വയ്ക്കാനും ഉള്ള മെൻറ്റാലിറ്റിയും നമുക്ക് വേണം. മറ്റത് അവിടുന്ന് പൈസ കിട്ടുന്നു, ഞാനിവിടെ എൻ്റെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളങ്ങനെ ആ ബിസിനസ് അങ്ങനെ കൊണ്ടുനടക്കും സ്മൂത്തായിട്ട്. ഒരു പോയിന്റ് എത്തുന്ന സമയത്ത് നമ്മൾ താഴത്തോട്ട് പോകും. ഈ പണ്ടത്തെ ഒരുപാട് കമ്പനീസ് ഉണ്ടല്ലോ, പണ്ട് ടോപ്പായിട്ട് നമ്മളുടെ നോക്കിയ, അതുപോലെ സോണി എറിക്സൺ, അതെ, അൽക്കാത്തിൽ, ഹിറ്റാച്ചി, ഇതെല്ലാം നമ്മളെ, ഞാനൊക്കെ ഈ മൊബൈൽ ഇൻഡസ്ട്രിയിലേക്ക് വരുമ്പോൾ അന്ന് ഏറ്റവും വലിയ വിലക്ക്, ഇന്നിപ്പോൾ ഉള്ള ഐഫോൺ വിൽക്കുന്നതിനേക്കാളും വലിയ വിലക്കാണ് ഞങ്ങൾ എറിക്സൺ ഒക്കെ വിറ്റിട്ടുള്ളത്. അതെ, ഈ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും മാറ്റങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും തയ്യാറാവുന്നതുകൊണ്ടായിരിക്കണം ഒരുപക്ഷെ പലരും താഴത്തോട്ട് പോയത്. അതെ, അപ്പോൾ ഈ മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളുവാനും പുതിയ മാറ്റങ്ങൾ വരുത്തുവാനും രണ്ടും നമുക്ക് കഴിയണം. എന്താ പറയുക, നമ്മൾ ഇപ്പോൾ ഒരുപാട് നമ്മളിതൊക്കെ പഠിക്കുകയും ആക്റ്റീവുമാണ്. നമ്മുടെ ടൈമിൻ്റെ, ഞാനൊക്കെ ഒരു 12 മണിക്കൂറിലധികം ഒരു ദിവസം ബിസിനസ്സിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തിരിക്കുന്നുണ്ട്. ചിലപ്പോൾ ആ ഫോക്കസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് എനിക്കൊരു ഉറപ്പുണ്ട്, കാരണം ഞാൻ എത്ര സമയം ചെലവഴിക്കുന്നു അത് തന്നെയുള്ളൂ എനിക്ക് കിട്ടുക. ഞാൻ സമയം ചെലവഴിച്ചില്ലെങ്കിൽ എനിക്കത് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഓരോ സമയം കൂടുതൽ ഇതിലേക്ക് ചെലവഴിക്കാനും ഫോക്കസ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ മെനക്കെട്ട് അതിനു വേണ്ടി കൃത്യമായ ടൈമിന് ഉണരുന്നു, കൃത്യമായ ടൈമിന് ഓഫീസിലെത്തുന്നു, ആ ടൈമിന് കൃത്യമായി ചെയ്യേണ്ടത് ഓരോ ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്ത്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഞാനിങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ എന്താവുമായിരുന്നു ഞാൻ ചിന്തിക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന എൻ്റെ ജീവിത രീതിയൊക്കെ ആലോചിച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഒരു പക്ഷേ ഇപ്പോഴും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും അതൊരു ഭാവിയിൽ നമുക്കതിൻ്റെ കൃത്യമായ ലെവലിലേക്ക് എത്തിച്ചാൽ. ഇപ്പോൾ എൻ്റെ ഇതിലൊക്കെ സിസ്റ്റത്തിന് വേണ്ടി ഞാൻ കഠിനമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്റം നമ്മളിപ്പോൾ സിസ്റ്റത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എന്നും അത് മതിയാവില്ല. പണ്ട് നമ്മൾ സംസാരം തുടങ്ങിയ സമയത്ത് എൻ്റെ സിസ്റ്റം എന്തായിരുന്നോ അതിനേക്കാൾ ഒരു 10 മടങ്ങെങ്കിലും ഞാൻ എൻ്റെ സിസ്റ്റത്തെ മാറ്റി വളർത്തി ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് മതിയായിട്ടൊന്നുമില്ല. ഇനിയും നമ്മൾ ഓരോ ദിവസവും പഠിക്കുകയും അതിനനുസരിച്ച് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് സിസ്റ്റം. ഇത് തീരില്ല. ഇതിനു വേണ്ടി നമ്മൾ സമയം ചെലവഴിച്ചില്ലെങ്കിൽ ബിസിനസ്മാൻമാർക്ക് പറ്റുന്ന ചെറിയൊരു അബദ്ധത, അവരൊരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ, കുറച്ച് പ്രോഫിറ്റൊക്കെ ഉണ്ടാക്കി ബിസിനസ്സൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞാൽ, പിന്നെ അതിൽ ഇങ്ങനെ വരുമാനം തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഒരാളെ ഏൽപ്പിച്ച് ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങും. സിസ്റ്റം ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല, കാര്യങ്ങളൊന്നും കൃത്യമായി റിവ്യൂ ചെയ്യുന്ന ഒരു കാര്യവും ചെയ്തിട്ടുണ്ടാവില്ല. മെല്ലെ ഇങ്ങ് പുറത്തേക്ക് ഇറങ്ങും. ചിലപ്പോൾ ഒരു 3-4 ഫോട്ടോസും വീഡിയോസൊക്കെ കിട്ടുമ്പോൾ കൂടെ 2-3 ആളുകൾ, ക്യാഷ് ഉള്ളതാണല്ലോ, അവരെ കൂടെ 2-3 ആളുകൾ കൂടെ കിട്ടുമ്പോൾ അവരെ കൂടെ അങ്ങ് പോകാനും കുറേ ട്രിപ്പുകൾ സംഘടിപ്പിക്കാനും പല സ്ഥലങ്ങളിൽ പോകാനും സമയം ചെലവഴിക്കും. ഞാനിതൊരു അബദ്ധമായിട്ട് തന്നെയാണ് കാണുന്നത്. മുഴുവൻ സെറ്റ് ചെയ്യാതെ, കൃത്യമായ റിവ്യൂ സെറ്റ് ചെയ്യാതെ ഇത്തരത്തിൽ നമ്മൾ പുറത്തിറങ്ങരുത്. പഠിക്കാനുള്ള സമയം കണ്ടെത്തണം, കൂടെ ഇരിക്കണം. ആരെ കൂടെ? ബിസിനസ്സിൻ്റെ കൂടെ ഇരിക്കണം. അതെ, ഇത് നമുക്ക് നമ്മുടെ ബിസിനസ്മാൻമാരോട് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ അവിടെ മെയിൻ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള ആൾ ആരാണോ അയാളുടെ മെൻറ്റാലിറ്റിയായി മാറും ബിസിനസ്സിന്. കാരണം പുള്ളിക്കാരനാണ് പിന്നെ അത് കൈകാര്യം ചെയ്യുക. അപ്പം നമ്മൾ ഉറപ്പുവരുത്തണം നമ്മളുടെ വിഷനും നമ്മളുടെ പാഷനും നമ്മളുടെ ആ ഒരു എനർജി എല്ലാം റൈറ്റ് വേയിൽ തന്നെ ഈ ബിസിനസ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവരെ കൺവേ ചെയ്തിട്ടുണ്ട്, അവരിലോട്ട് എത്തിയിട്ടുണ്ട്. അത് കൺവേ ചെയ്താൽ മാത്രം പോരാ, അത് അവർ നടപ്പിലാക്കുന്നു എന്നുള്ളതും ഇതേ എനർജിയും ഇതേ വേഗതയും, എൻ്റെ നടത്തത്തിൻ്റെ അതേ വേഗതയായിരിക്കണം എൻ്റെ ടീം മെമ്പേഴ്സിന്, അല്ലെങ്കിൽ എന്നെക്കാളും നന്നായിട്ട് അവർ നടക്കണം. അതെ സാർ, വേറെ ഇപ്പം മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ നമ്മളെ മെൻറ്റാലിറ്റിയാണ്, നമ്മൾ പോയി കഴിഞ്ഞാൽ അവരുടെ മെൻറ്റാലിറ്റിയാവും.
നമ്മളുള്ളപ്പോൾ കൃത്യമായി സിസ്റ്റം ക്രിയേറ്റ് ചെയ്താൽ നമ്മളെ മെൻറ്റാലിറ്റിക്ക് പോലും നമുക്ക് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും. ഞാനിത് കുറേ മുമ്പൊക്കെ ആലോചിക്കുമ്പോഴേ ഇങ്ങനെ ഇപ്പോൾ മെൻറ്റാലിറ്റിക്കൊക്കെ അവിടെ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക. നമ്മൾ ഓരോ അനക്കവും നമുക്ക് അവിടെ കൃത്യമായി സിസ്റ്റമാറ്റിക് ആക്കി റിവ്യൂ ചെയ്ത് പോകാൻ പറ്റും. ഇപ്പോഴെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലേക്ക് ഡെപ്തിലേക്ക് ഇറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത്. നമുക്ക്